നിങ്ങൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുന്നത് 10 മണിക്കൂർ റാൻഡം ആയിട്ട് പഠിക്കുന്നതിനെക്കാട്ടിലും എത്രയോ എഫക്റ്റീവാണ്. യെസ്, ലിസൺ മീ കെയർഫുള്ളി. പല സ്റ്റുഡൻസും ചോദിക്കാറുണ്ട്, അവർ സ്വയമായിട്ട് ചിലപ്പോൾ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തത് നീറ്റിനായിരിക്കാം, അല്ലെങ്കിൽ ജെഇക്കായിരിക്കാം, അല്ലെങ്കിൽ സെൽഫ് ലേണിംഗ് ആയിരിക്കാം. ഞാൻ കഴിഞ്ഞ ഒരു വർഷം അത്യാവശ്യം നല്ല തിയറിയും കാര്യങ്ങളും എല്ലാം പഠിച്ചിട്ടുണ്ട്, ഇനി എനിക്ക് എക്സാം മാത്രം മതി. അപ്പം ഈ കുട്ടികൾ നമ്മുടെ എക്സാമിനെ കുറിച്ച് അറിഞ്ഞിട്ട് ചോദിക്കും, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത എക്സാം, അതായത് നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 8 സ്റ്റുഡൻസും ഞാൻ ഐസർ അലൂമിനയും കൂടെ ചേർന്നിട്ടുണ്ടാക്കിയ ഒരു 20 മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട്. അതേപോലെയുള്ള ഇന്റർഫേസിൽ വിത്ത് ഹാൻഡ് റിട്ടൺ സൊല്യൂഷൻ, അതേപോലെ കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും 12ഓളം 13ഓളം പെഡിഗ്രി സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ജെൽ ഇലക്ട്രോഫോറസിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ ഉള്ള ഒരു അടിപൊളി 20 മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മളുടെ മോക്ക് ടെസ്റ്റിൽ കഴിഞ്ഞ 2 മാസമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ പബ്ലിക് ആയിട്ടൊന്നും വന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. കാര്യം ഇപ്പൊ എന്താ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരുപാട് പേര് വാട്സപ്പിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ആ മോക്ക് ടെസ്റ്റ് മാത്രം ഞങ്ങൾക്ക് ആക്സസ് കിട്ടുമോ എന്നുള്ളത്. അപ്പൊ അത് പബ്ലിക്കായി പറയാമെന്ന് വിചാരിച്ചു. കാര്യം ഇനി 23 ദിവസങ്ങളാണുള്ളത്. ഇനി നിങ്ങൾ മുന്നോട്ടേക്ക് 20 ദിവസം നമ്മളുടെ മോക്ക് ടെസ്റ്റ് എഴുതുക, അതിലുള്ള മിസ്റ്റേക്ക് അനലൈസ് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ അനലൈസ് ചെയ്യുന്ന അടിപൊളി ടൂൾസ് ഉണ്ട്. ജസ്റ്റ് റാൻഡം ആയിട്ട് നിങ്ങൾ പോയിട്ട് പർച്ചേസ് ചെയ്യേണ്ട, നിങ്ങൾ ആദ്യം 2 ഫ്രീ മോക്ക് ടെസ്റ്റ് എടുത്തു നോക്കുക, അതിന്റെ ക്വാളിറ്റി ഫീൽ ചെയ്യുക, ആൻഡ് തീർച്ചയായിട്ടും എല്ലാ മോക്ക് ടെസ്റ്റും നിങ്ങൾ ബാക്കി ചെയ്തു നോക്കുക. സോ ജൂൺ 7-ാം തീയതി നടക്കാൻ പോകുന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്, ആൻഡ് നിങ്ങളെ അടുത്ത വർഷം ഒരു ഐസറിൽ കാണാൻ സാധിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.